പറ്റുന്നുണ്ടല്ലോ. നമുക്ക് അപ്പം തുടങ്ങാം. ഹരിയോം തുടങ്ങാം. അപ്പോ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞത്, അപ്പൊ പിക്കിംഗ് അപ്പ് ദ ത്രെഡ് ഓഫ് കണ്ടിന്യൂറ്റി, നമ്മുടെ നട്ടരാജ ഗുരു is trying to represent science of the chit newly in terms understandable to the scientific mind of the modern age. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു വന്നപ്പം നമ്മൾ പറഞ്ഞു ഫിസിക്സും അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ഫിസിക്സും പിന്നെ വിത്ത് റെസ്പെക്ട് ടു ദ ഫിസിക്സ് ആൻഡ് മെറ്റാഫിസിക്സ് അതിനെ സംബന്ധിച്ചായിരുന്നു നമ്മൾ വന്ന് പറഞ്ഞത്. ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ വേർ നാച്ചുറൽ സയൻസ്, physics and metaphysics, which is the science of chit, ഇത് രണ്ടും യോജിച്ച് വരുന്ന ഒരു യൂണിഫൈഡ്. ഹലോ, there's a disturbance in the call, sorry. അപ്പോൾ അവിടെ നമ്മൾ ആ കാര്യത്തിലോട്ടായിരുന്നു വന്നത്. അപ്പോൾ പിന്നെ ഇന്നലത്തെ ആ ഡിസ്കഷനിൽ നാം പറയുകയുണ്ടായി, ഒരു വ്യക്തിയുടെ ഭൗതിക ലോകത്തിന്റെ പെർസെപ്ഷൻ അല്ലെങ്കിൽ ധാരണ, അതും ഉള്ളിൽ വ്യക്തിഗതമായ, അതായത് സബ്ജക്റ്റീവായിട്ട് അനുഭവങ്ങളും രണ്ടും ഫിസിക്സിന്റെയും മെറ്റാഫിസിക്സിന്റെയും ഒരു യൂണിഫൈഡ് ബേസിൽ വന്ന് എത്തിച്ചേരുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് രണ്ടും എടുത്തു നോക്കുമ്പോൾ ഇവ തമ്മിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ട്. ആ ഒരു വ്യത്യാസങ്ങളിലായിരുന്നു നമ്മൾ ഈ ഫെനോമിനും നിമോണലും പറഞ്ഞത്. ഫെനോമിനൽ ഇന്ദ്രിയ തലങ്ങളിലുള്ള ദർശനപരമായ കാര്യങ്ങളാണ്. പക്ഷെ നിമോണൽ എന്ന് പറയുന്നത് മനുഷ്യന്റെ ഇന്ദ്രിയ തലത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. അതാണ് നമ്മൾ ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ആ ഒരു ഡിഫറൻസ് ഇന്നലെ പറഞ്ഞു. പിന്നെ വേറൊരു ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഫിസിക്സ് ഭൗതിക ശാസ്ത്രമാണ്. അവിടെ പദാർത്ഥത്തിന്റെ കാര്യം കൈകാര്യം ചെയ്യുമ്പോൾ ഇപ്പൊ നാച്ചുറൽ സയൻസ് വേർ ഈ മാറ്റർ, സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്ന മാറ്റർ, അതിന് അളവൊക്കെ ഉണ്ട്. അതിനകത്ത് ചില പാരാമീറ്റേഴ്സ് നമുക്ക് അളക്കാൻ പറ്റും. പക്ഷെ മറ്റേ മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത് അത് പിന്നെ പദാർത്ഥജ്ഞാനമല്ല, അതിനോടനുബന്ധിച്ചല്ല, പക്ഷെ ആധ്യാത്മജ്ഞാനത്തിനെ അനുബന്ധിച്ചതാണ്. അതായത് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ്. അത് പിന്നെ എക്സ്പെരിമെന്റിലേക്ക് മെഷർ ചെയ്യാൻ പറ്റത്തുമില്ല. അതിന് ഗുണപരമായ ഒരു സ്വഭാവമാണ്, അല്ലാതെ അളക്കാനുള്ള ഒരു സ്കോപ്പൊന്നുമില്ല അവിടെ ഒന്നും. അപ്പോൾ അതൊരു വ്യത്യാസമായിരുന്നു. പിന്നെ ഈ നിമോണൽ പറഞ്ഞു, പിന്നെ ഫെനോമിനൽ പറഞ്ഞു, അത് ഒരു വേറെ ഒരു വ്യത്യാസം. മൂന്നാമത് പിന്നെ ഒരു വ്യത്യാസമാണ് പിന്നെ ഇത്, അതായത് ഫിസിക്സ് എന്ന് പറയുന്നത്, അതായത് ഭൗതിക ശാസ്ത്രം പ്രാധാന്യം കൊടുക്കുന്ന സ്പേസിനാണ്. എന്നാൽ മെറ്റാഫിസിക്സ്, അതായത് ആധ്യാത്മജ്ഞാനം പ്രാധാന്യം കൊടുക്കുന്നത് സമയത്തിനാണ്. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് ഇന്ന് ഈ ഡിസ്കഷൻ ഈ പോയിന്റിൽ നമുക്ക് കേന്ദ്രീകരിക്കാം. അപ്പോൾ ആദ്യത്തെ പാർട്ട് we will go to the other 4 pages also. I just gone through that also. We can elucidate on those also. We'll have a cursory discussion on those also, so that our targets are met. അപ്പോൾ ഒരു കാര്യമുണ്ട്, ബട്ട് ഗുരുജി വാസ് സേയിങ് ദാറ്റ് ദ സൗണ്ട് ഇസ് നോട്ട് വെരി ക്ലിയർ. അപ്പോൾ നമ്മൾ പറയുന്നത് കുറച്ചുകൂടെ ഓഡിബിൾ ആകണം ഉള്ള ഒരു രീതിയിൽ ഗുരുജി പറഞ്ഞായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് ശ്രദ്ധിച്ചോണേ. അപ്പോൾ ഇനി ഈ സ്പേസിന്റെ കാര്യം ഒന്ന് പറയണമായിരുന്നു. അപ്പോൾ അത് ഈ ഫിസിക്സ് അതായത് ഭൗതിക ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ പദാർത്ഥജ്ഞാനം, പിന്നെ അത് നമുക്ക് ഇന്ദ്രിയം കൊണ്ട് ഗ്രഹിച്ച് എടുക്കുന്ന ഒരു മേഖലയാണ്, ഒരു സയൻസ് ആണ്. അപ്പോൾ അതിന് സ്പേസിന് പ്രാധാന്യം ഉണ്ടെന്ന് പറയുമ്പോൾ സ്പേസ് എടുക്കാം, ടൈം എടുക്കും, ഇത് രണ്ടും എടുക്കുമ്പം ഈ രണ്ടെണ്ണത്തില് ഏതാണ് കുറച്ചുകൂടെ പിന്നെ സൂക്ഷ്മമെന്ന് നോക്കിയാൽ, പിന്നെ സ്പേസ് എന്ന് പറയുന്നത് ഈ പദാർത്ഥങ്ങൾ, ഭൗതിക പദാർത്ഥങ്ങൾ, അതൊരു സ്പേസ് ഓക്യുപ്പൈ ചെയ്യും. ഗ്രഹങ്ങളായാലും അല്ലെങ്കിൽ മൂവിങ് ഓബ്ജക്ട്സ് ആയാലും സ്റ്റാറ്റിക് ഓബ്ജക്ട്സ് ആയാലും വസ്തുക്കളായാലും ഇത് ഒരു സ്പേസ് ഓക്യുപ്പൈ ചെയ്യും. അഥവാ ആ ഭൗതിക ഓബ്ജക്ട്സ് ഒന്ന് മാറിയാൽ
നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതാണ്, വിസിബിൾ ആണ്. അത് മാറിയാലും അവിടെ ആ സ്പേസ് ഉണ്ട്. അപ്പൊ ആ സ്പേസ് ഒരു തരം നമുക്ക് വിസിബിൾ ആയതുകൊണ്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോ സ്പേസിനെ അപേക്ഷിച്ച് നമ്മൾ ടൈം എടുക്കുവാണെങ്കിൽ അത് അത്രയും നമുക്ക് സെൻസസും കൊണ്ടൊന്നും കാണാൻ പറ്റുന്നതല്ല. അത് കുറച്ചുകൂടി സൂക്ഷ്മമാണ്. പക്ഷെ അത് ചേഞ്ച് ചെയ്യുകയും ചെയ്യും, ചലനാത്മകമാണ്. അപ്പോൾ കുറച്ചുകൂടെ ഗ്രോസ് ആയിട്ടുള്ള ഈ സ്പേസ് അത് ഈ ഭൗതിക ശാസ്ത്രമായിട്ട് അനുബന്ധിച്ചിരിക്കുന്നതാണ്. Even if that object moves away also, there is space over there and we can sort of അതിനാണ് പ്രാധാന്യം ഉള്ളത് അവിടെ. അപ്പൊ അത്രയും അതിസൂക്ഷ്മമായ തരം അവിടെ വരുന്നില്ല. പക്ഷെ there is one thing, അവിടെയും നമുക്ക് ഇതിന്റെ മെഷർമെന്റ് ഒക്കെ വരുമ്പം അപ്പോൾ നമുക്ക് ടൈം ഫാക്ടർ വേണം. ഇപ്പൊ ഇതിന്റെ മെറ്റീരിയൽസിന്റെ ഈ മൂവിങ് ഓബ്ജക്ട്സിന്റെ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഇതിന്റെ ചലനത്തിന്റെ ഈ ഫോഴ്സും പിന്നെ ഊർജവും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്തിന്റെ ആവശ്യം വേണം? വി നീഡ് ദ സ്പേസ് ഓൾസോ, വി നീഡ് ടൈം ഓൾസോ. ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്തു ഇത്രയും സമയത്തിനുള്ളിൽ എന്ന് ഉള്ള ആ കാൽക്കുലേഷനും ഒക്കെ നമുക്ക് വേണ്ടി വരും. അപ്പോൾ അവിടെ ആ ടൈം ഫാക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് അങ്ങനെയാണ്. പക്ഷെ പ്രാധാന്യം അത് കൊടുക്കുന്നത് സ്പേസിന് തന്നെയാണ് ഫിസിക്സ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ടൈമിന്റെ കാര്യം ശരത്ജി പറയുമല്ലോ, എന്താണ് എങ്ങനെയാണ് സ്മൂത്ത് ടൈം അല്ല. അപ്പൊ അമ്മ ഈ പറയുന്നത് ഈ സ്പേസ് എന്ന് പറയുന്നത് ഇപ്പൊ സയന്റിഫിക് ഇതിൽ നിന്ന് പറയുന്നത് സ്പേസിന് ഇതുണ്ടെന്ന് പറഞ്ഞു. അതെനിക്ക് തോന്നുന്നത് നമുക്കൊരു സ്പിരിച്വൽ ആസ്പെക്ട്സിൽ നമുക്ക് അത് ചിന്തിച്ചാൽ തന്നെയും ഇപ്പം സ്പേസ് എന്ന് പറയുന്നത് എന്താണ്? Is it a freedom? Freedom. Can we say space on the spiritual aspect to say it is space on the spiritual plane? Space on the spiritual aspect ആണെങ്കിൽ അപ്പോൾ സ്പിരിച്വൽ ആസ്പെക്ട് ആണ്. ഇതിലിപ്പം ഓൾറെഡി on the scientific planes അമ്മ പറഞ്ഞു രണ്ടും ഉണ്ട്. സ്പേസ് ഉണ്ട്. കാരണം എല്ലാ എലമെന്റ്സും എല്ലാം there need to be a space for these movement and everything. Matter needs space. And privacy is given to that. And of course even we say that it is space ആണ് അതൊരു macrocosmic ആണ് more than microcosmic. അപ്പം അപ്പൊ അങ്ങനെയാണെങ്കിൽ തന്നെ there is a microcosmic aspect to that also when you use time also in that. So both are inclusive even on the scientific plane. Similarly, when we take the spiritual aspect also, we can say even though it is more on the microcosmic plane, being a time factor being more relevant in the sense that when we give relevance to the consciousness there, when we say that a pure consciousness has to be evolved, we say we have to be free of the attributes which is negating the pure consciousness. The attributes we can say is which has been accumulated through time. That accumulated where? Accumulated in you, the subjective element. That is in the mental state. Okay. Yes, okay. In the mental state through time. So every person, when he is conditioned, he has to be unconditioned. Or whether only when these conditioned elements, you are free of this conditioning, you can be said to be free or to be in the pure conscious state. So that is when we talk about the thinker, the thinking, and the thing that is being viewed, thought of. See, when this has to merged, then the observer or the observing or the observed does not exist. For that, the thinking has to go as such. Yes. So thinking is an accumulation through time. Those ideas is what is generating those thoughts. Your preconceptions, your notions that has been developed through time
through your conditioning in the society, the learning you have accumulated, your through so-called the process that of learning that has been given to you when you are born through your studies and all these things, your geographical limitations, what the society teaches you there, and all these various factors has conditioned you, and which has been developed in the society through the course of time. Right. Then, right. So that is what is the microcosmic or the subjective element comes. Now, that is the primacy that has been given as far as the metaphysical plane is concerned. So even then, when do you get that space in the sense? May I say it is a freedom of of that subjective element to move about, a freedom in the sense to say that it's not a freedom of thinking, but a freedom from that. No, definitely no. It is not a freedom of thinking. To be free of that. ഇത് മെറ്റീരിയൽ ആണ്. മെറ്റീരിയൽ ആകുമ്പം പിന്നെ ഇറ്റ് ഇസ് ഗ്രോസ്. ബട്ട് when you say metaphysical, you are dealing with not a gross, the sense or gross object, but you are dealing with the subtle mind, മനോമയ കോശമൊക്കെ പറയത്തില്ല, അത് സട്ടിൽ മൈൻഡും സട്ടിൽ ആയിട്ടുള്ള അതായത് സൂക്ഷ്മമായ പിന്നെ ബോധവും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ സ്പേസ് ഉള്ളപ്പോഴേ സ്പേസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും ടൈമും മാറും. അവിടെ ടൈമിന്റെ ഫാക്ടറും വരും. പക്ഷെ അത് പിന്നെ അത്രയും അതൊരു സെക്കൻഡറി ആണ്. അത് കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ പ്രൈമറി ആയിട്ട് കൊടുക്കുന്ന പ്രാധാന്യം അതിന്റെ ഒരു പൊസിഷനിൽ നിന്ന് പിന്നെ ഒരു പൊസിഷനിലോട്ട് മാറുമ്പം സ്പേസ് എന്തായാലും അറ്റ് ദ ബിഗിനിങ്, അറ്റ് ദ എൻഡ് ആൻഡ് ആസ് ഇറ്റ് ഇസ് മൂവിങ്, ടൈമും മാറിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് ഇത് മാറുന്നുണ്ട്. അതിനകത്തുണ്ട് ടൈം ഫാക്ടർ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല, ഉണ്ട്. പക്ഷെ that is there is a cause of moving, അതൊക്കെ ഉണ്ട്. നിമിത്തം പിന്നെ എന്താണ് ടൈം, ഇങ്ങനെ ഈ നിമിത്തം വേണ്ട. ഈ ടൈമും സ്പേസും ഇതിനകത്ത് ഭൗതിക ശാസ്ത്രത്തിൽ ഫിസിക്സിൽ ഉണ്ട്. പക്ഷേ ടൈമിന് ഇത്രയും പ്രാധാന്യം കൊടുക്കാത്ത മറ്റേതിന് കൊടുക്കുന്ന കാരണം ഇതും കൊണ്ടാണ്. ഇപ്പം ശരത്ജി പറഞ്ഞില്ലേ ഫ്രീഡം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ ടൈം സൂക്ഷ്മമായിട്ട് ഈ മെറ്റാഫിസിക്കലിൽ എടുക്കാൻ, അതായത് ആത്മജ്ഞാനത്തിനെ സംബന്ധിച്ച് മേ ബി ഇറ്റ്സ് മൈൻഡ്, ഇന്റലിജൻസ്, എന്തെങ്കിലും ആയിക്കോട്ടെ, ബോധം ആയിക്കോട്ടെ, ആ തലത്തിൽ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ മൈൻഡ് തന്നെ എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ സമൂഹത്തിൽ നിന്നും പലതും നമുക്ക് കിട്ടും. അതെല്ലാം കിട്ടിക്കഴിയുമ്പം ഇത് ഈ മൈൻഡിൽ സ്റ്റോർ ചെയ്ത് വെക്കുമ്പം ഇതിന് ടൈം ഫാക്ടർ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന കാരണം എന്താ പറഞ്ഞാൽ, മെമ്മറി ആയിട്ട് ഇത് വരുമ്പം ഓരോരോ കാലത്തെ ഓരോരോ ടൈമിലെ മെമ്മറി അല്ലേ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ ടൈമിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. മീൻസ് ഇറ്റ്സ് നോട്ട് ദ ക്രോണോളജിക്കൽ ടൈം ദാറ്റ് വി ആർ ടോക്കിംഗ് ഓഫ്, ബട്ട് ഓരോ ഇൻസിഡന്റ് മൈൻഡിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് മെമ്മറി ആയിട്ട് ഓരോരോ കാലഘട്ടത്തിൽ നടന്ന ആ ടൈം അവിടെ ഉണ്ട്. എന്നിട്ട് ഈ പിന്നെ വ്യവഹാരത്തിൽ when a person is existing, if it is going to exist at the mental level, പിന്നെ ഒരു മാത്രമല്ല മെറ്റഫിസിക്സ് എന്ന് പറയുന്നതിൽ എന്തൊക്കെയുണ്ട്, പിന്നെ ഒരു ബീയിങ് ഉണ്ട്, അവിടെ ഒരു ബീയിങ് ഉണ്ട്, നമ്മുടെ അസ്തിത്വം അവിടെ ഉണ്ട്, ഐഡന്റിറ്റി ഉണ്ട്, നോയിങ് ഉണ്ട്, കോഗ്നിസൻസ്, അറിവുണ്ട് അവിടെ, അറിവുണ്ട്, ഒരു ഐഡന്റിറ്റി ഉണ്ട്, ബീയിങ് ഉണ്ട്, നിമിത്തമുണ്ട്. ഇതെല്ലാം ഉണ്ട് മെറ്റാഫിസിക്സിൽ. അപ്പൊ ഈ പറഞ്ഞ ഈ ബീയിങ്ങിന് ഒരു ആ മൈൻഡ് ലെവൽ ഉണ്ടെങ്കിൽ ആ മൈൻഡ് ലെവലിൽ ടൈമിനോടനുബന്ധിച്ച് ചില ചിത്തിൽ സ്റ്റോർ ചെയ്ത ചില ഇൻഫർമേഷൻസ് അത് ഓരോ സമയമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അതുകൊണ്ടാണ് ഈ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ അപ്പോൾ ഇതിന് ഇമ്പോർട്ടൻസ് ഇവിടെ തന്നെയാണ് ഉള്ളത്. കാരണം വേറെ ഒരു കാര്യം നമ്മളോട് ഗുരുജി പറയില്ലേ, ഈ സ്പിരിച്വൽ ഫീൽഡിൽ വരുമ്പോൾ നമ്മളോട് പറയും എങ്ങനെ നിൽക്കരുതെന്ന്, പാസ്റ്റിൽ നിൽക്കരുത്, ഫ്യൂച്ചറിൽ നിൽക്കരുത്, എവിടെ നിൽക്കണം എന്ന് പറയും, പ്രസന്റ് നൗവില്. അപ്പൊ
ആ പിന്നെ സമയത്തിൽ പിന്നെ ബേസ് ചെയ്ത് നിൽക്കുവാണെങ്കിൽ അവിടാണ് ആ ജാഗ്രത അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് മൈൻഡ് സൈലന്റ് ആയിട്ട് മറ്റേ പാസ്റ്റിലോട്ടും ഫ്യൂച്ചറിലോട്ടും പോകാത്തത്. അപ്പം അവിടെ സമയം നൗവിൽ നിൽക്കുമ്പം അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓൺലി ദെൻ ദാറ്റ് മൈൻഡ് ക്യാൻ കൺഫോം ടു ദാറ്റ്. അപ്പൊ അങ്ങനെ ശ്രദ്ധിച്ചാൽ കോൺഷ്യസ് മൈൻഡ് ആവും. ബിയോണ്ട് ടൈമുമാണത്. ഡെഫിനറ്റ്ലി നമ്മൾ ജീവഭാവത്തിൽ നിൽക്കുമ്പം അതായത് മൈൻഡ് ലെവലിൽ നിന്ന് നമ്മൾ ഇവോൾവ് ചെയ്ത് വരുമ്പം ഈ മൈൻഡിന് കോൺഷ്യസ്നെസ്സിന് പ്രസന്റിൽ നിന്ന് ജാഗ്രത അവസ്ഥയിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് പോയി മെഡിറ്റേഷനും ചെയ്ത് സൈലൻസ് മൈൻഡ് കൺട്രോളും ചെയ്ത് വരുമ്പം നമ്മുടെ ആ ബോധമുള്ള കോൺഷ്യസ് മൈൻഡ് എൻഹാൻസ് ചെയ്ത് വരുമ്പം ആ ഫങ്ഷണൽ കോൺഷ്യസ്നെസ് വർദ്ധിച്ച് വരുമ്പം ബോധവികാസം വരുമ്പം അപ്പോഴും പക്ഷെ ജീവഭാവത്തിൽ നിൽക്കുവാണെങ്കിൽ ടൈം ഫാക്ടറും ഉണ്ട്, സ്പേസ് ഫാക്ടറും കുറച്ച് കാണും. കാരണം ജീവഭാവം പൂർണ്ണമായിട്ട് പോയില്ലല്ലോ. അപ്പോൾ അപ്പോഴും ചില ചിന്തകളും ഒക്കെ വരും. അപ്പോൾ അവിടെയും ടൈമും പിന്നെ ദേശകാല രണ്ടും ഏതോ ഒരു കാലത്ത് നടന്ന ഒരു സംഭവമായിരിക്കും അവിടെ വരുന്നത്. അപ്പൊ ദേശകാല ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ട്. ടൈമും ഇതും പിന്നെ ഇത് അവിടെയൊക്കെ ഉണ്ട്. പക്ഷെ പിന്നീട് ഇപ്പം നമ്മൾ മോൻ പറഞ്ഞ പോലെ ഇഫ് വി ഗോ ബിയോണ്ട് എ സർട്ടൻ ലിമിറ്റ്, നമ്മൾ ആ ജീവഭാവത്തിൽ നിന്നും മാറി, അതായത് ജാഗ്രത അവസ്ഥയിൽ നന്നായിട്ട് നിന്നിട്ട് മൈൻഡ് സൈലന്റ് ആക്കിയിട്ട് ഇഫ് യു ഗോ ടു ദ അതർ ലെവൽ, പ്യുവർ ചിത്ത്, സ്ലേറ്റ് ക്ലീൻ കോൺഷ്യസ് ചിത്തിലോട്ട് പോയാൽ, കോൺഷ്യസ്നെസ്സിലോട്ട് പോയാൽ, ദെൻ ഇറ്റ് ഇസ് ബിയോണ്ട് ടൈം ആൻഡ് സ്പേസ്. അത് ശരിയാണ്, അവിടെ ടൈം ഇല്ല. പക്ഷെ അവിടെ വരെ എത്തുന്നവരെ ടൈമിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. മെറ്റാഫിസിക്സിൽ ജീവഭാവത്തിൽ നിൽക്കുന്നത് വരെ ടൈമിന് ഇമ്പോർട്ടൻസ് ഉണ്ട് മെറ്റാഫിസിക്സിൽ. അപ്പൊ അത് തന്നെ അമ്മ പറയുന്ന കണക്ക് തന്നെ അമ്മ അത് ശരിക്കും വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. കാരണം യു യൂസ് ദ ടേം ടൈം ആൻഡ് സ്പേസ് എന്ന് വെച്ചാൽ ദേശകാല എന്ന് വെച്ചാൽ, അപ്പം ഈ പറയുന്നത് ഇപ്പം കാലം, സമയം, ദേശം, ദാറ്റ് ഇസ് ദ വ്യവസ്ഥിതി ദാറ്റ് യു ആർ ഇൻ ഇറ്റ്. അപ്പൊ ആ രീതിയിൽ എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ പറയുന്ന മെറ്റാഫിസിക്കൽ ലെവലിന് ഇതിൽ കൊണ്ടുപോകാം. അപ്പം ഇതൊരു സബ്ജക്റ്റീവ് എലമെന്റിനെ ഇത് രണ്ടും സ്വാധീനിക്കുന്നു. അപ്പം ഇത് രണ്ടും അതിലുണ്ട്. അതേ തന്നെ സയൻസിലും ഈ രണ്ട് കാര്യങ്ങൾക്കും പ്രാധാന്യമുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഒന്നിന് ഗിവിംഗ് പ്രൈമസി ടു ദാറ്റ്, ദ അതർ ഈസ് ഗിവിംഗ് ടു ഈ പറയുന്ന സയൻസിലാണെങ്കിൽ ആ സ്പേസിന് ടൈം, മറ്റേ സ്പേസിന് കൂടുതൽ നമ്മൾ കൊടുക്കുന്നു. പക്ഷെ ഇത് രണ്ടിലും ഉണ്ട്. പക്ഷെ ഈ ഒരു നോർമേറ്റീവ് സയൻസിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിനെ രണ്ടിനെയും നമ്മൾ എത്തണമെങ്കിൽ ഈ പറയുന്ന ഒരു എപ്പോഴും ഒരു ഇന്റർമിറ്റന്റ് ലാംഗ്വേജ് വേർ ഇൻ ടൈം ആൻഡ് സ്പേസ് ആർ ടേക്കൺ ടുഗദർ. അപ്പൊ ഈ രണ്ട് കോൺസെപ്റ്റും കൊണ്ടുവന്നിട്ട് ഒരു പുതിയ ലാംഗ്വേജ്, ഇതിന് അതീതമായിട്ടൊരു ലാംഗ്വേജ് ഉണ്ടാക്കാനായിരിക്കും അദ്ദേഹം ശ്രമിക്കുന്നത്. അപ്പൊ കാരണം ഇത് രണ്ടിലും നിൽക്കിടത്തോളം കാലം സത്യത്തെ അറിയാൻ പറ്റത്തില്ല. അപ്പം ഈ രണ്ടിനെയും മെർജ് ചെയ്ത് ഒരു ലാംഗ്വേജ് ആയിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ തുടർ പഠനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. അത് അങ്ങോട്ട് വായിച്ച് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴേ നമുക്ക് അതിനെ കുറിച്ച് എലുസിഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഈ പറയുന്ന ഈ നമ്മൾ പിന്നെ സ്ട്രക്ചറൽ യൂണിറ്റി ഓഫ് തോട്ട് എന്ന് പറഞ്ഞതിലേക്ക് നമ്മൾ വരുമ്പോൾ തന്നെയും ഈ രണ്ട് ഈ മൈക്രോ കോസ്മിക്കും മാക്രോ കോസ്മിക്കും എന്ന് പറയുന്ന ടേംസ് നമ്മൾ കാണുന്നു. അപ്പം ഇത് തന്നെയായിരിക്കും നമ്മൾ ഈ പറയുന്ന ഫിസിക്കൽ ആൻഡ് മെറ്റാഫിസിക്കൽ വേൾഡ്. ഒന്ന് മൈക്രോ കോസ്മിക് ലെവലും മറ്റേത് മാക്രോ ലെവല്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മെറ്റാഫിസിക്കൽ ആണെങ്കിൽ മൈക്രോയിലും മറ്റേത് കുറെ മാക്രോ ലെവലിലേക്കും. അപ്പോൾ ഒന്ന് കുറെ സബ്റ്റിൽ ലെവലും മറ്റേത് കുറെ കോൺഷ്യസ് ലെവലിലും നമുക്ക് പെർസെപ്റ്റീവ് ലെവലിലും നമുക്ക് നിൽക്കാൻ പറ്റുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഹീസ് ഫർദർ സെയിങ് ദാറ്റ് അത് അവർ പറയുന്നുണ്ട്, ഒരു കാര്യം പറയുന്നുണ്ട്, രണ്ടിലും രണ്ട് വശത്തും ഇപ്പം നമ്മൾ ചില കാര്യങ്ങൾ എടുക്കുമ്പം പിന്നെ മൈക്രോകോസ്മിക്, അതായത് ഈ നമ്മുടെ പറഞ്ഞ പിന്നെ ഇപ്പൊ ഇത് തന്നെ മൈക്രോകോസ്മിക് എന്ന് പറയുമ്പോൾ ഇപ്പൊ ആറ്റം എടുത്ത്, ആറ്റമിന്റെ സെന്ററിൽ ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റൊട്ടേറ്റ് ചെയ്യുന്നു. മാക്രോകോസ്മിക്കിൽ സൺ ഉണ്ട്,
സണ്ണിന്റെ ചുറ്റിനും എന്തോ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ഗ്രഹങ്ങൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ സയൻസ് ഈസ് ബിക്കമിങ് പിന്നെ ഇൻട്രസ്റ്റഡ് ഈ ഒബ്ജക്റ്റീവ് ഫാക്ട്സ് മാത്രം സയൻസ് പറയുള്ളൂ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ഒരു സൈഡിലായിട്ട് പറഞ്ഞാൽ പോരാ, മറ്റേ സൈഡിനും വരാൻ ചാൻസ് കൊടുക്കണം. അതായത് സയൻസ് മാത്രം പറഞ്ഞ് സയൻസിനെ മാത്രം സപ്പോർട്ട് ചെയ്താൽ പോരാ, ഫിസിക്സിനെ മാത്രം സപ്പോർട്ട് ചെയ്താൽ പോരാ, മറ്റേതിനെയും സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിൽ ആ വിവരങ്ങളും ആ ലാംഗ്വേജും ഇൻകോർപ്പറേറ്റ്, ലാംഗ്വേജ് അല്ലെങ്കിൽ ലാംഗ്വേജ് വേണ്ട, എന്തോ ഇൻഫർമേഷൻ, എന്തോ സയന്റിഫിക് ഇൻഫർമേഷൻ എന്തോ അതുകൂടി ഇൻകോർപ്പറേറ്റ് ചെയ്ത് രണ്ടും അതൊരു കംപ്ലീറ്റ് നോളജ് ആവത്തുള്ളൂ. കംപ്ലീറ്റ് നോളജ് ആവത്തുള്ളൂ. കാരണം അത് രണ്ടും ഉള്ളടക്കം ചെയ്തിരിക്കുന്നു. കാരണം പാർട്ട് ഓഫ് ദ ട്രൂത്ത് തന്നെയാണല്ലോ സയൻസ്. അപ്പം അവിടെ ഇപ്പൊ മൈക്രോകോസ്മിക്കും മാക്രോകോസ്മിക്കും അതിൽ തന്നെയുണ്ട്. സോ ഇറ്റ് ഹാസ് ടു കം ടുഗദർ. I think the same philosophy is applicable to the this metaphysical level also. കാരണം there is a subjective element called I involved therein, and the microcosmic level, a person beyond the I concept is there. So അപ്പം ഈ പറയുന്ന ഈ സൂക്ഷ്മ സ്ഥൂല തലത്തിൽ നിന്ന് കൂടുതൽ സൂക്ഷ്മ തലത്തിലേക്ക് എത്തുമ്പോഴാണ് ബ്രോഡർ ആവുന്നത്. അതേ തന്നെയാണ് നമ്മൾ സയൻസിൽ നടക്കുന്നത്. ഇപ്പം സയൻസിൽ വരുന്നതെന്ന് വെച്ചാൽ വി ആർ ഗോയിങ് ത്രൂ ദ ഈ മൈക്രോകാസ്മിക്കിൽ നിന്ന് നമ്മൾ മൈക്രോകോസ്മിക് ആയിട്ട് ആറ്റംസും അതേ കണക്കുള്ള ഈ വളരെ സബ്റ്റിലായിട്ട് മാറ്ററിലേക്ക് സയൻസും ഡെവലപ്പ് ചെയ്യണം. So that is it's a space for merging these together in the modern world. എനിക്ക് തോന്നുന്നു that is one way of looking at it. അല്ലേ? പിന്നെ that's why they are saying that cosmology and psychology are coming together. സൈക്കോളജി നമ്മൾ മെറ്റാഫിസിക്കൽ പ്ലെയിനും കോസ്മോളജി നമുക്ക് ഈ പറയുന്ന സയന്റിഫിക് പ്ലെയിനിലുള്ള ലിറ്ററേച്ചർ ആണ്. ആൻഡ് കോൺസെപ്റ്റ് ആൻഡ് പെർസെപ്റ്റ്. ഇപ്പൊ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മോർ ഓഫ് ഓൺ തിയററ്റിക്കൽ ദിസ് തിങ്. അതായത് കുറച്ചുകൂടി മെറ്റാഫിസിക്കൽ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ പെർസീവിംഗ് ഓർ എംപിരിക്കൽ വേ ഓഫ് ഇന്ദ്രിയം. അതെ. അപ്പൊ അത് ഇപ്പൊ ഈ രണ്ട് ടെർമിനോളജി ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് തോന്നുന്നു യൂസ് ചെയ്തേക്കുന്നത്. കാരണം അതെ. അപ്പോ ഈ പിന്നെ നമ്മുടെ ഈ ഫീൽഡിലോട്ട് പോകുമ്പം സയൻസിൽ നിന്ന് മറ്റേതിലോട്ട് പോകുമ്പം സയൻസും ഇതും ഒറ്റ ഒരു ഫീൽഡിൽ വരണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ കൺസെപ്റ്റ് ഫിസിക്സും മെറ്റാഫിസിക്സും ഒരു ന്യൂട്രൽ ഗ്രൗണ്ട് ഉണ്ടാവുന്നത് ഇത് രണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ്, ആണ്. അതായത് പെർസെപ്ഷനും കൺസെപ്ഷനും രണ്ടും കൺസിഡർ ചെയ്യേണ്ടി വരും. എന്നാലേ നമുക്ക് ആ ന്യൂട്രൽ ഗ്രൗണ്ടിൽ വരാൻ പറ്റുള്ളൂ. അതെ. രണ്ടും ഒരു മെർജർ അവിടെ നടക്കണം, വേണം. അല്ലാതെ യൂണിലാറ്ററൽ ആയിട്ട് ഒരു സൈഡ് മാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്താൽ ശരിയാവില്ല. അതാണ് ഒരു നോർമേറ്റീവ് സയൻസിന് ഉള്ള പ്രാധാന്യം ഇവിടെ വരുന്നത്. Then he talks about quantum mechanics being relies on the same structure as found in astronomy എന്ന് പറയുന്നു. അപ്പം ആസ്ട്രോണമി അദ്ദേഹം ഉദ്ദേശിച്ചത് നമ്മൾ ഈ മെറ്റാഫിസിക്കൽ പ്ലെയിനിലായിരിക്കും. ഇപ്പം ആസ്ട്രോണമി മേ ബി നമ്മൾ ആസ്ട്രോളജി എല്ലാം അതുമായിട്ട് ലിങ്ക്ഡ് ആണല്ലോ വരുന്നത്. അപ്പം ക്വാണ്ടം മെക്കാനിക്സ് ഈസ് ട്രൈങ് ടു ലിങ്ക് വിത്ത് ദിസ്. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബട്ട് quantum mechanics relies on same structure as found in astronomy. അത് എനിക്ക് അതിന്റെ എന്താണ് അനോളജി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. See, quantum mechanics, mathematics, logic and semantics are also revealing that each day new parameters on the structural frontier which tend to conform to each other as between disciplines previously considered to be different. അപ്പോൾ ഈ ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുമ്പം അവിടെയും നമ്മൾ സയൻസിന്റെ ഇതിൽ പറയുവാണെങ്കിൽ മെറ്റാഫിസിക്സിലും സയൻസിലും രണ്ടിലും ഒരു ആപ്ലിക്കേഷൻ വരത്തക്ക രീതിയിൽ അത് വരണം. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ്, ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് അടുത്ത പാരഗ്രാഫിലുണ്ട്. ന്യൂട്ടോണിയൻ മെക്കാനിക്സ്
അത് വലിയ ഓബ്ജക്ട്സ് ചടിക്കുന്നതിന്റെ ഡൈനമിക്സ് ആണ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ്. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് വലിയ പാർട്ടിക്കിൾസിന്റെ അല്ല, അതായത് മാക്രോകോസ്മിക് അല്ല. മാക്രോ ഒന്നും പറയണ്ട, മാക്രോ പറയരുത്. നോർമൽ സൈസ് ഒബ്ജക്ട്സും മാക്രോകോസ്മിക്കിന്റെയും ചലനമൊക്കെയാണ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് പറയുന്നത്. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സ് ഡീൽ ചെയ്യുന്നത് വിത്ത് ഓൾമോസ്റ്റ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മമായ പാർട്ടിക്കിൾസിന്റെ ചലനത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അവിടെ അവരത് ട്രീറ്റ് ചെയ്യുന്നത് ഒരു വ്യത്യസ്തമായ ചില റൂൾസും ഒക്കെ ഉണ്ട് കമ്പയർഡ് ടു ന്യൂട്ടോണിയൻ മെക്കാനിക്സ് റൂൾസ്. അപ്പൊ അത് രണ്ടും കൺസിഡർ ചെയ്യണം എന്നാണ് പറയുന്നത്. ഭൗതിക ശാസ്ത്രത്തിൽ പിന്നെ നമ്മൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എടുക്കുകയാണെങ്കിൽ ലാർജ് ഓബ്ജക്ട്സിന് സൂക്ഷ്മതലത്തിലുള്ള ക്വാണ്ടം മെക്കാനിക്സ് കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു തലത്തിൽ പോയാൽ നമുക്ക് നമ്മുടെ ആ മെറ്റാഫിസിക്സിലും നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതായിരിക്കും അദ്ദേഹം പറയുന്നത്. ഈ ടേമിന്റെ അമ്മ പറഞ്ഞ ഈ ടേമിന്റെ പ്രസക്തി ഇതാണ്. ഇലക്ട്രോ മാഗ്നറ്റിസം റീപ്ലേസസ് ആൻഡ് നൗ ഒക്കുപ്പൈസ് എ സെൻട്രൽ പ്ലേസ് വൺസ് ഒക്കുപ്പൈഡ് ബൈ ന്യൂട്ടോണിയൻ മെക്കാനിസം. അപ്പൊ അത് ഉദ്ദേശം എന്ന് പറയുന്ന അദ്ദേഹം അമ്മ പറഞ്ഞ കണക്ക് നമ്മൾ കുറെ സൂക്ഷ്മ തലത്തിലേക്കും സയൻസ് വരികയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ആ സ്റ്റഡിക്ക് ഇന്ന് ഈ മെറ്റാഫിസിക്കൽ പ്ലെയിനിൽ നടക്കുന്ന കാര്യമായിട്ട് ഒരുമിച്ച് പോകാനായിട്ടുള്ള സാഹചര്യം വന്നിരിക്കുന്നത് എന്നായിരിക്കും അതിൽ ഉദ്ദേശിക്കുന്നത്, അല്ലേ? അതെ. അപ്പൊ ഈ വേവ്സ് ഒക്കെ പറയുമ്പം, മെറ്റാഫിസിക്സിൽ വേവ്സ് ഒക്കെ പറയുമ്പം നമ്മുടെ മെറ്റാഫിസിക്സില്, അതായത് ആത്മജ്ഞാനത്തില് നമുക്ക് മെന്റൽ, ഇപ്പം ജീവാത്മാവായിട്ട് നിൽക്കുകയാണെങ്കിലും നമ്മുടെ ഈ മനസ്സിനകത്ത് ഈ ചിന്തകളൊക്കെ വരുന്നതെന്ന് പറയുന്നത് അത് വേവ്സ് ആണ്. അതായത് പിന്നെ മാറ്ററിൽ നിന്നും, അതായത് തലച്ചോറിലെ ചില ടിഷ്യൂസിൽ നിന്നും ന്യൂറോൺസിൽ നിന്നും ചില വൈബ്രേഷൻസ് ഉണ്ടാകുമ്പം ആ വൈബ്രേഷൻസ് മൂലം ഉണ്ടാകുന്ന വേവ്സ് പലതരമുള്ളത്, പലതരം തോട്ട്സ് ഓഫ് പ്ലഷർ, തോട്ട്സ് ഓഫ് സോറോ, തോട്ട്സ് ഓഫ് ഫിയർ, ഇതെല്ലാം വരുത്തും. അപ്പൊ അത് ആ സൂക്ഷ്മതലത്തിൽ, അപ്പൊ മെറ്റാഫിസിക്സിലും എന്തോ വരുന്നു, ഫിസിക്സിന്റെ ചില ബേസ് വരുന്നുണ്ട്. അപ്പൊ രണ്ട് വശത്തു നിന്നും ഈ കോമൺ ഗ്രൗണ്ടിൽ ഒരു പ്ലേസ് വരും. അങ്ങനെ ഒരു കാര്യം ഉണ്ട് അതിനകത്ത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഈ തരം ടോപ്പിക്സ് ഒക്കെ, സയൻസിലെ ഈ തരം ടോപ്പിക്സ് ഒക്കെ കൊണ്ടുവരുത്തിയിട്ട് ആ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് വേണം ഫിസിക്സും മെറ്റാഫിസിക്സിനെയും ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ മെർജ് കൊണ്ടുവരേണ്ടതെന്നുള്ളത് ആ പോയിന്റ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ ഏതൊക്കെ മെഷർമെന്റ്സോ അല്ലെങ്കിൽ ഏതൊക്കെ സയന്റിഫിക് ഡെവലപ്മെന്റ്സ് ആണ് ഇതിന് സഹായിക്കുന്നതെന്ന് നമ്മൾ പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴേ പറയാൻ പറ്റുകയുള്ളൂ. അപ്പോ പിന്നെ വേറെ ഏതെങ്കിലും ഇതിന്റെ he talks about Sir Edmund Whittaker says about renormalization. The development of quantum electrodynamics has in fact shown necessity for what is called renormalization, which is precisely recognition of the difference between the observed and the theoretical value of E and M. Although Eddington did not live to see the development of this modern practice of renormalizing E and M, he said that a situation of this kind must arise, and he uttered a warning against expecting too close an agreement between his theoretically calculated values and those obtained by measurement. അതിനെ കുറിച്ച് അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ തരാൻ പറ്റുമോ? നോർമലൈസേഷൻ എന്നുള്ള വാക്കും റീനോർമലൈസേഷൻ എന്നുള്ള വാക്കിന് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി എനിക്ക് കിട്ടിയിട്ടില്ല. അത് ഒന്ന് എനിക്ക് കണ്ടുപിടിക്കണം. ഈ എന്ന് പറയുന്നത് അല്ല, അമ്മ ഈ പറയുന്ന ഈ റീനോർമലൈസേഷൻ എന്ന് പറയുന്നത്, നോർമലൈസേഷൻ എന്ന് പറയുന്ന രണ്ട് തരത്തിലും ഉള്ള രണ്ട് നോംസ് ഉണ്ട്. ഫിസിക്കലും മെറ്റാഫിസിക്കലിനും രണ്ട് നോംസ് ഉണ്ട്. അപ്പം ഇത് ഹീസ് ടോക്കിംഗ് അബൌട്ട് എ റീനോർമലൈസേഷൻ ഓഫ് ന്യൂ നോംസ് ബീങ് ജനറേറ്റഡ്. അതാണല്ലോ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത്.
അപ്പം ഈ റീനോർമലൈസേഷൻ എന്ന് പറയുന്ന ഒരു സാധനം തന്നെ ഓൺ ദ സയന്റിഫിക് പ്ലെയിൻ ഹാസ് ബീൻ ഡെവലപ്പിംഗ്. അപ്പം ഈ ഇലക്ട്രോ മാഗ്നറ്റിക് തെർമോഡൈനാമിക്സിൽ വരുന്ന ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും അതിൻ്റെ ആ മൂവ്മെന്റ്സും ഒക്കെയാണല്ലോ അതിൽ വരുന്നത്. അപ്പം അതിന് ഒരു തിയററ്റിക്കൽ വാല്യൂസ് ഉണ്ട്. അപ്പം ഈ തിയററ്റിക്കൽ വാല്യൂസ് നിലനിൽക്കുമ്പോൾ തന്നെ ഇറ്റ് ഈസ് വാണ്ട് ദാറ്റ് ഇൻ കോഴ്സ് ഓഫ് ടൈം ദിസ് തിയററ്റിക്കൽ വാല്യൂസ് ആസ് വെൽ as the real calculated values by means of മെഷർമെന്റും തമ്മിൽ വരുമ്പം ഇപ്പൊ റിയൽ ടൈം മെഷർമെന്റും തിയററ്റിക്കൽ മെഷർമെന്റും തമ്മിൽ വ്യത്യാസം വരും എന്നാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പം ഈ പറയുന്ന ഈ സബ്ജക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ പെർസെപ്റ്റീവ് അല്ലെങ്കിൽ കോൺസെപ്ഷ്യൽ, സബ്ജക്റ്റീവ് അല്ല, ലെറ്റസ് പുട്ട് ഇറ്റ് പെർസെപ്റ്റീവ് ആൻഡ് കോൺസെപ്ഷ്യൽ. ഇപ്പം നമുക്കുള്ള തിയററ്റിക്കൽ ആയത് ഒരു കോൺസെപ്ഷ്യൽ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ this real theoretical this thing I mean the perceptual അളന്നെടുത്തത് അതെ പെർസെപ്ഷൻ അളന്നെടുത്ത that is going to differ. അപ്പൊ അത് തന്നെയായിരിക്കാം നമുക്ക് ഈ പറയുന്ന ഈ മെറ്റാഫിസിക്കൽ പ്ലെയിനിൽ നമുക്ക് ഒരു റിയാലിറ്റി എന്ന് പറയുന്ന നമ്മൾ ഒരു നമുക്ക് ഒരു ഇപ്പം ഒരു ഇന്ദ്രിയ തലത്തിൽ നമ്മൾ അനുഭവിക്കുന്നതും അതിന്ദ്രിയ തലത്തിലുള്ള അനുഭവങ്ങളും ഒന്ന് നമുക്ക് അതേ ഒരു നമുക്കിപ്പോൾ ഒരു പെയിൻ ആയാലും ഇതായാലും നമുക്ക് അതിനെ നമ്മൾ അനുഭവത്തിൽ വരുമല്ലോ. അപ്പം അതിൻ്റെ ഒരു നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു ഇതാണ്. അല്ലെങ്കിൽ നമ്മൾ അതീന്ദ്രിയമായിട്ട് ഒരു ജ്ഞാനം വരുമ്പോൾ നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ആൻഡ് അപ്പം മേ ബി ആ ഒരു ലൈനിൽ വേണമെങ്കിൽ ഇതിനെ നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റും. അതായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ബട്ട് മേ ബി വി വിൽ ബി ഏബിൾ ടു ഡിസ്കവർ മോർ ആസ് വി ഗോ ഓൺ. അങ്ങോട്ട് പോകുമ്പം ഈ നോർമലൈസേഷനെ കുറിച്ച് വരുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് പോകുമ്പം അത് കുറച്ചുകൂടെ ഞാനിങ്ങനെ പേജ് മറിച്ച് നോക്കിയപ്പം ഈ പിന്നെ പല ടേംസിന്റെയും പിന്നെയും വരുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ ഷോർട്ടായിട്ട് പറഞ്ഞു പോവുകയാണെങ്കിലും അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ അത് കുറച്ചുകൂടെ ഇത് ബേസിക്കലി പെർസെപ്ഷനും കോൺസെപ്ഷനും തമ്മിലുള്ള ഒരു മെർജിങ്ങിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അത് നമുക്ക് ഹാസ് ആപ്ലിക്കബിലിറ്റി, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഓൺ ദ ഫിസിക്കൽ ആൻഡ് മെറ്റാഫിസിക്കൽ പ്ലെയിൻ. അതിന്റെ ഒരു പ്രാധാന്യമായിരിക്കും ഇത് പറയുന്നത്. അപ്പൊ അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് വ്യാഖ്യാനിക്കാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞത് ആണോ എൻ്റെ ഒരു ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ലെവൽ ഓഫ് തിങ്കിങ് ലിമിറ്റ് ചെയ്ത് പറഞ്ഞുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. നമ്മുടെ പെർസെപ്ഷനും കോൺസെപ്ഷനും അനുസരിച്ച് അത് എത്ര വേണമെങ്കിലും എക്സ്പാൻഡ് ചെയ്യാം. പിന്നെ നമ്മൾ വരുന്നത് ലബോറട്ടറി നോളജ് വേഴ്സസ് സെമിനാറി വിസ്ഡം എന്ന ടോപ്പിക്കിലാണ്. അപ്പം ഈ എക്സ്പീരിയൻസിൽ പോയാൽ പറ്റത്തില്ല, പിന്നെ ആർഗ്യുമെന്റേഷനും പറ്റത്തില്ല. ആർഗ്യുമെന്റ്സ് ഉണ്ടല്ലോ, അതൊന്നും വരാത്ത ഒരു നോർമറ്റീവ് സ്റ്റഡി ഓഫ് ദ ആബ്സല്യൂട്ട് വരുത്തണം. അങ്ങനെയും ഒരു കാര്യമുണ്ട്. ലബോറട്ടറി നോളജ് എന്ന് പറയുന്നത് സയന്റിസ്റ്റ് തമ്മിൽ, സെമിനാറി വിസ്ഡം എന്ന് പറയുമ്പം ഈ എന്താണ് ഈ പറഞ്ഞ പോലെ എന്താണ് നമ്മുടെ അതാണ് ഈ പെർസെപ്ഷനും കോൺസെപ്റ്റ്സും കൂടുതൽ യൂസ് ചെയ്ത് നമുക്ക് കാണാം. ഈ ഒരു അവിടെയും അത് തന്നെ. അതെ ഒന്ന് അപ്പം അതെങ്ങനെ നമുക്ക് പെർസെപ്ഷനും കോൺസെപ്റ്റ്സും നമുക്ക് എങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഇപ്പൊ ലബോറട്ടറി നോളജ് എന്ന് പറയുമ്പം കൂടുതലും എന്തായിരിക്കും, ഒരു പെർസെപ്റ്റീവാണ്. സെമിനാറി വിസ്ഡം എന്ന് പറയുമ്പം അത് അവരുടെ തിയററ്റിക്കൽ ആവാം. കാരണം അതൊരു കൺസെപ്ച്വൽ ലെവലിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. അതെ അതെ. അപ്പോൾ ഇത് രണ്ട് ആസ്പെക്ട്സ് ആണ് ഉള്ളത്. അപ്പോ അവിടെയും അവർ പറയുന്നുണ്ട് ഈ പിന്നെ നോർമറ്റീവ് സ്റ്റഡിയിൽ പിന്നെ ഈ ആബ്സല്യൂട്ടിന്റെ നോർമറ്റീവ് സ്റ്റഡിയിൽ ഇവിടെയും ഈ പിന്നെ രണ്ട് എക്സ്ട്രീംസ് ഉണ്ട്. അത് നാരോ ഡൗൺ ചെയ്ത് കൊണ്ടുവരണം എന്ന് ഉള്ള ഒരു കാര്യത്തിലോട്ടാണ് പോകുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ ആ ഒരു ഡിസ്കഷൻ അതിനകത്ത് അതുണ്ട്. ഈ ഒരു സൈഡിൽ മാത്രമായിട്ട് നമ്മൾ എടുത്താൽ പറ്റത്തില്ല. രണ്ടിനും ആ സ്പേസ് കൊടുത്താൽ അത് രണ്ടും ഒരുമിച്ച് വരാനുള്ള
ഒരു കാര്യമാണ് വേണ്ടതെന്ന് ആണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് കുറേ കൂടെ ഉണ്ട്. ഈ പോസ്റ്റ് എപ്രയോറി, അതായത് അളക്കുന്നതും പിന്നെ തിയറിറ്റിക്കലുമായിട്ടുള്ളത്, അതായത് നമ്മൾ തിയറിറ്റിക്കൽ ബേസിസിലും അല്ലാതെ മെഷർ ചെയ്തുള്ള ബേസിസിലും ഉള്ളതിനെ കുറച്ചുകൂടെ ഇതിനകത്തുണ്ട്. അത് കുറച്ചുകൂടെ ഒന്ന് എനിക്ക് നോക്കേണ്ടി വരും. എനിക്ക് അത്രയും പെട്ടെന്ന് അത് പറയാൻ പറ്റുന്നില്ല. അല്ല, ഇതിന്റെ അകത്ത് എനിക്ക് വളരെ ഒരു കാരണം ഞാൻ ഈ സയന്റിഫിക് സ്ട്രക്ചർ അല്ലാത്ത ഒരു കാര്യം ഞാൻ പറയാം. ഒരു ഷേക്സ്പിയറിയൻ ഇതിന്റെ അകത്ത് ഇത് പറയുന്നുണ്ട്. When Shakespeare said that one may call a rose by any name, yet it will still smell as sweet. He was putting his fingers on the very tragic and paradoxical core of the total knowledge situation while trying to overcome the contradiction. Names are nearer to concepts, while smell belongs to the opposite pole of the world of percepts, both belonging to the rose. അതാണ് അതിലെ ഒരു കാരണം. സത്യം എന്ന് പറയുന്നത് റോസാണ്. അപ്പം നമ്മള് ഇതിന്റെ കോൺസെപ്റ്റ്സും പ്രിസെപ്റ്റ്സും വെച്ചിട്ട് ഇപ്പം ഇദ്ദേഹം പറയുന്നത് സ്മെല്ലെന്ന് പറയുന്നത് പേര് കൊടുക്കും, പക്ഷേ പെർസെപ്റ്റ് വെച്ച് നോക്കിയാൽ മണം ഒന്ന് തന്നെയാണ് അതിന്. അതെ, പെർസീവിങ് അതിൻ്റെ അകത്ത് ഉള്ള പെർസീവ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതെന്താ അതീന്ദ്രിയ തലത്തില് അല്ലെങ്കിൽ ഇന്ദ്രിയ തലത്തില് നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് സ്മെല്ല്. അതൊരു സത്യം, അതൊരു റിയാലിറ്റി ആയിക്കോട്ടെ, അങ്ങനെ നമുക്ക് എടുക്കാം. അതാണ് റിയാലിറ്റി. പക്ഷെ നമ്മൾ ആ റിയാലിറ്റിയെ പല രീതിയിലും, കാരണം ഈ വിഷയത്തിൽ ഇവിടെ സംസാരിക്കുന്നതെന്ന് പറയുന്നത് ഓരോരുത്തരും പലതിനും. ഇപ്പോൾ ഓരോരുത്തർ പറയുന്നത്, ഇപ്പം ഇതിൻ്റെ അകത്ത് AJ അയ്യർ എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് പറയുന്നുണ്ട്. He saying that the metaphysics is nonsensical and without significance, and the humanity can live wholly with the help of empirical knowledge എന്ന് തന്നെ പറയുന്നു. പക്ഷെ സെമിനാറി വിസ്ഡം നേരെ തിരിച്ചാണ് പറയുന്നത്. സയൻസ് ഹാവ് നോ ബേസിസ്. അപ്പം ഈ പറയുന്നതില് രണ്ടും തമ്മിൽ അങ്ങനെ നിന്നുകൊണ്ട് കാര്യമില്ല. കാരണം പെർസെപ്ഷൻ വേണം, കോൺസെപ്റ്റ്, കാരണം രണ്ടും ഉള്ളത് ഒന്നിൽ തന്നെയാണ്. റോസ് എന്ന് പറഞ്ഞ ഒരു സത്യത്തിൽ തന്നെയാണ് നിങ്ങൾ ഈ പറയുന്ന ഈ സെമിനാറി നോളജായ ഈ കോൺസെപ്റ്റ്സും ഈ പറയുന്ന സയന്റിഫിക് നോളജായ പെർസെപ്ഷനും ഉള്ളത്. നിങ്ങൾക്ക് പല പേരുകൾ എന്തൊക്കെ വിളിക്കാം, പക്ഷെ സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതാണ് ശരിക്കും ഇതിലേക്ക് അദ്ദേഹം പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. പിന്നെ ഈ ബാബിലൈസേഷൻ എന്ന് പറയുന്നത്, അപ്പം ഒരു വോളുമിനസ് ആയിട്ട് ഈ മെറ്റാഫിസിക്കൽ പ്ലെയിനില് ഈ പറയുന്ന മെറ്റാഫിസിക്കൽ ലിറ്ററേച്ചേഴ്സ് പലതും കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അങ്ങനെ കൊണ്ടുവന്നിട്ടും കുറെ കാര്യങ്ങളില്ല. എന്നാൽ മറ്റേ ഇതിനെ ഈ സയന്റിഫിക് പ്ലെയിന് മെറ്റാഫിസിക്കൽ പ്ലെയിനെ തിരസ്കരിച്ചു കൊണ്ട് പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഇത് ഇറ്റ് സേസ് ദാറ്റ് a priori approach is anathema to the physicist. അപ്പം എന്താണ് തിയററ്റിക്കൽ കാര്യം ഫിസിസ്റ്റിന് ഒരിക്കലും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈവൻ ഫിനോമിനോളജിസ്റ്റ് ഓഫ് മോഡേൺ ടൈംസ്, അത് ഈ കാന്റിയൻ അല്ലെ ഹെഗ്ലിയൻ, അവര് they were trying to give a scientific പ്ലെയിനിൽ തന്നെ ഈ മെറ്റാഫിസിക്കൽ ആസ്പെക്ട്സിനെ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂമോണിയൻ തിയറി എന്നൊക്കെ പറയുന്നത്. ആ സയന്റിഫിക് പ്ലെയിനിൽ നിന്നുകൊണ്ട് തന്നെ ഈ മെറ്റാഫിസിക്കൽ സാധനം ഉണ്ടെന്നും അത് എനിക്കൊന്ന് ന്യൂമോണിയൻ എന്ന് പറഞ്ഞ ഇറ്റ് ഇസ് ദാറ്റ് അങ്ങനെ കണ്ടാണ് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ കണ്ടത്, ന്യൂമോണിയ എന്ന് പറഞ്ഞത്. അപ്പം അത് ഒരു സയന്റിഫിക് പ്ലെയിനിൽ തന്നെ ഇവർ നിന്ന് പറയുമ്പോൾ തന്നെയും അവർ ഈ എ പ്രയോറി കോൺസെപ്റ്റ്സിനെ സീക്രട്ട്ലി അവർ നെഗേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് വൺ തിങ് ദേ ആർ സെയിങ്. അപ്പം അതിൽ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ദർ ഇസ് എ നോർമേറ്റീവ് സംഭവം അവിടെ വരുന്നില്ല. അപ്പം ഈ പോസിറ്റിവിസ്റ്റ്
ഓർ എംപ്രിസിറ്റ് എന്ന് പറയും. അപ്പൊ പോസിറ്റീവ് തിയറി, എംപിറിക്കൽ തിയറിയും, അപ്പം ഈ കാന്റീൻ തിയറിയൊക്കെ ഈ പോസിറ്റിവിസ്റ്റ് ആണല്ലോ. അപ്പം അവർ ആ ഒരു റിയൽ സയന്റിഫിക് പ്രിൻസിപ്പിൾസ് കൊണ്ട് തന്നെ ദേ ആർ ട്രൈങ് ടു കം ടു ദ മെറ്റാഫിസിക്കൽ പ്ലെയിൻ. പക്ഷെ അത് ശരിക്കും സാധ്യമായിട്ടില്ല. പിന്നെ ഇദ്ദേഹം ഈ പറഞ്ഞ ഒരു ലാംഗ്വേജ് എനിക്ക് ഇവിടെ വേറൊന്ന് പറയാം. ബെർട്രൻഡ് റസൽ, who are becoming more and more conscious of the limitations of empiricism, especially because quantum mechanics has dealt a death blow to their programs. അപ്പൊ അത് എന്താന്ന് അതെനിക്ക് മനസ്സിലായില്ല. എന്താണ് ബെർട്രൻഡ് റസലിന്റെ തിയറിയും ആ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതൽ ഇത് പഠിച്ചു പോകുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ബെർട്രൻഡ് റസൽ പണ്ടത്തെ ആ തിയറീസ് പ്രകാരമാണ് കൂടുതലും ഇത് ചെയ്തത്. പക്ഷെ ഇപ്പം ഇത് ക്വാണ്ടം മെക്കാനിക്സ് വരുമ്പം അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവര് അതൊരു വേറെ ഒരു ഓൾടുഗെദർ ടോട്ടലി ന്യൂ പിന്നെ റൂൾസ് ഒക്കെയാണ് അവിടെ. അവര് എന്താണ് പോസ്റ്റുലേറ്റ്സ് ഒക്കെ അവിടെ ഉപയോഗിക്കും. അത് ഇവർക്ക് അത് സ്വീകരിക്കാൻ അല്പം പാടാണ്. അപ്പൊ അങ്ങനെ വരുമ്പം ഇവിടെ പിന്നെയും ഈ ആർഗ്യുമെന്റേറ്റീവും പിന്നെ യൂണിലാറ്ററലുമായിട്ടുള്ള ആ ഒരു രീതി വരുമ്പം അവിടെ പിന്നെയും ഈ കോമൺ ഗ്രൗണ്ട് വരാൻ അവിടെ ബുദ്ധിമുട്ടുണ്ടാവും. അത് അപ്പൊ അതിനതീതമായിട്ട് പോയാലേ ഉള്ളൂ നമുക്ക് ആ യൂണിഫൈങ് ഗ്രൗണ്ട് വരുള്ളൂ. അങ്ങനെ അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈ അതുപോലെ പോസ്റ്റീരിയോറി ഇസ് അതായത് നമ്മൾ തിയറിറ്റിക്കലും മറ്റേത് അളക്കുന്നതുമാണ് പോസ്റ്റീരിയോറി അല്ലേ. അത് അളന്നെടുക്കുന്ന വാല്യൂസ് വെച്ച് നമ്മുടെ സയന്റിഫിക് ആയിട്ട് ചെയ്യുന്നതും, പിന്നെ മറ്റേത് എപ്രയോറി എന്ന് പറയുന്ന തിയറിറ്റിക്കൽ ആയിട്ടുള്ളത് ഇല്ലേ. അവർക്കത് അപ്പൊ അളക്കുന്നത് ഫിസിസിസ്റ്റിന് എപ്പോഴും അളന്ന് കണ്ടുപിടിക്കണം. പക്ഷേ മറ്റേവർക്ക് അതല്ല, തിയറിറ്റിക്കൽ ആണെങ്കിലും. പക്ഷെ തിയറിറ്റിക്കൽ ആണെങ്കിലും എന്താണത് മെറ്റാഫിസിക്സില് അവർക്ക് ഇതിനോട് എങ്ങനെ ഒരു ഇത് വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എങ്ങനെ പറഞ്ഞാൽ ഇൻ ദ സെൻസ് അപ്രയോറിയോട് മെറ്റാഫിസിക്കലിലുള്ള ആ ഒരു ഫീൽഡിന് അവേർഷൻ അത്രയും വരില്ല. ഈ മെറ്റാഫിസിക്കൽ പ്ലെയിനില് ദേ ആർ മോർ ഓൺ ഈ പറയുന്ന ഈ തിയററ്റിക്കൽ അല്ലെങ്കിൽ അതാണല്ലോ കൂടുതൽ. ഇപ്പൊ ബാബിലൈസേഷൻ എന്നൊക്കെ പറയുന്നത് അതാണല്ലോ പറയുന്നത്. ദേ ആർ പുട്ടിങ് വോളുമിനസ് ഓഫ് ലിറ്ററേച്ചർ ആഫ്റ്റർ ലിറ്ററേച്ചർ, ട്രൈങ് ടു എക്സ്പ്ലെയിൻ തിങ്സ് വിച്ച് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ്. അപ്പം വോളുമിന് അത് ഇറ്റ് ഈസ് നോട്ട്. അപ്പം ദീസ് ആർ ബേസ്ഡ് ഓൺ നോഷൻസ്, not on percepts or measurements, because these are not measurable things. Apam these are more on the theoretical plane. അതാണ് തോന്നുന്നത്. അത് രണ്ടും തമ്മിൽ യോജിച്ച് പോകാത്ത ഒരു സംഭവം. അപ്പം that is why a person like Nataraja Guru, who has seen both the worlds, or who has learned both these languages, is trying to merge. അല്ലാതെ തിയറിറ്റിക്കൽ നോളജും കൺസെപ്ച്വൽ പെർസെപ്റ്റീവ് നോളജും ഉണ്ട്, മറ്റേ രണ്ടുമുണ്ട്. അതെ. അപ്പം അത് വെച്ചിട്ട് കാണാൻ ഇതും ഒരു രണ്ടിലും ഈ രണ്ട് ലാംഗ്വേജ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു സ്ഥാപിക്കാനായിരിക്കും അദ്ദേഹം, അല്ല ആ ഒരു സത്യത്തെ പറഞ്ഞു തരാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. കാരണം ഇത് രണ്ടും ഒരിക്കലും മെർജ് ചെയ്യാതെ രണ്ട് സ്ഥലത്തിൽ ഇങ്ങനെ ഒരു ഫൈറ്റിംഗ് ഇതിൽ നിൽക്കുവല്ലേ. കാരണം ഈ രണ്ട് നോളജും ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ രണ്ട് ലാംഗ്വേജ് നമുക്ക് പറയാൻ പറ്റണമല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ പേജ് നമ്പർ 8 ഓൾമോസ്റ്റ് കവർ ചെയ്തു അല്ലേ. നമ്മൾ പേജ് നമ്പർ 8 വരെയാണ് പോകേണ്ടത്. എങ്ങനെ കവർ ചെയ്യുന്നതെന്ന് ദൈവം തമ്പുരാന് മാത്രം അറിയാം. സ്വാമിയമ്മയ്ക്ക് വളരെയധികം നന്ദിയുണ്ട്. എനിക്ക് അങ്ങോട്ട് കാരണം ഞാൻ തന്നെയാണോ എനിക്ക് കുറച്ച് ഭാഗം വരുമ്പോൾ എനിക്ക് ഒരു ഡൗട്ട് വരും. അപ്പൊ എനിക്ക് ശരത് എന്നെ ഹെൽപ്പ് ചെയ്തു. പരസ്പരം കാരണം ഒരിക്കലും അത് എങ്ങനെ ഇത്, കാരണം ഇപ്പൊ വന്ന് ജസ്റ്റ്
അത് അപ്പം ഒന്ന് വായിച്ച് അപ്പം അമ്മ അത് വളരെയധികം ഹെൽപ്പ് ചെയ്തു. കാരണം ആ ഒരു സയന്റിഫിക് പ്ലെയിനിലുള്ള ഒരു നോളജ് നമുക്ക് പറഞ്ഞു തരുവാണല്ലോ. അല്ലെങ്കിൽ നമുക്കൊരിക്കലും ആ ഒരു നോളജ് കിട്ടില്ല. അപ്പം മറ്റേ ആസ്പെക്ട് നമ്മളോട് പറയും. ഈ ഫിലോസഫി പാർട്ട് ഓഫ് ഓൾ ദാറ്റ് കുറച്ചുകൂടി ചിലത്തിന് അറിയാം. അത് നമുക്ക് ഈ ഓൾസോ പോളിറ്റിക്സ് ആൻഡ് സച്ച് തിങ്സും അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ അറിയും. നമുക്ക് അത്രയും ഇതൊക്കെ നമുക്ക് അത്രയും അറിയില്ല. അപ്പൊ അത് മ്യൂച്വൽ എക്സ്ചേഞ്ച് ആണ്, യാതൊരു സംശയമില്ല. പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് മനസ്സിലാക്കുക ഈ കാര്യങ്ങളല്ലേ. അതെ, ഷെയറിംഗ് ഓഫ് നോളജ് ആണല്ലോ. നോളജ് ആണ്, അതാണ് ശരിക്കും അതാണ് വേണ്ടത്. നമ്മള് ഈ പറയുന്നത് പകർന്നു കൊടുക്കുക. അത് തന്നെ ഈശ്വര കൃപയോടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഈശ്വരന് ശതകോടി പ്രണാമം. വളരെയധികം നന്ദി സ്വമിനി. അപ്പം നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. 9 to 12 ഇല്ലേ? 9 to 12. ഓക്കെ, ശരി സ്വാമി. ഹരി ഓം.